ആറ്റിങ്ങൽ നഗരസഭയുടെ ഖരമാലിന്യ പ്ലാന്റ് നവീകരണത്തിനും വികസനത്തിനുമായി 1.24 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാൻ ശുചിത്വ മിഷൻ അനുമതി നൽകി. തുക ഗ്രാന്റായാണ് നൽകുക. ആറ്റിങ്ങൽ നഗരസഭയുടെ ഖരമാലിന്യ പ്ലാന്റ് നവീകരണത്തിനും വികസനത്തിനുമായി 1.24 കോടി രൂപയുടെ പദ്ധതിക്കാണ് ശുചിത്വ മിഷൻ അനുമതി നൽകിയിരിക്കുന്നത്. തുക പൂർണ്ണമായും ഗ്രാന്റായാണ് നൽകുന്നത്. തുകയുടെ 80% ഇതിനോടകം തന്നെ അനുവദിച്ചു കഴിഞ്ഞു. വികസനം നടപ്പാക്കുന്ന മുറയ്ക്ക് ബാക്കി തുകയും അനുവദിക്കും. അതിൽ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ്, അതുപോലെ ജൈവവള നിർമ്മാണ കേന്ദ്രം, പിന്നെ ഉള്ളത് അതിൻ്റെ അവിടെ ടോയ്ലറ്റ്സ്, ബൗണ്ടറി വാള് തുടങ്ങിയ റോഡ്, അതുപോലെ അതിനകത്തുള്ള ലൈറ്റ് സംവിധാനം ഒക്കെ അതിനായിട്ടാണ് ചെലവഴിക്കുന്നത്. അതുപോലെ ഞങ്ങളിപ്പോൾ 1/2 ഏക്കറോളം ഭൂമി ഞങ്ങളുടെ നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെയും ഇതിൻ്റെ വിപുലീകരണം ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിനും ഈ ഫണ്ട് ഉപയോഗിക്കും. ബയോഗ്യാസ് പ്ലാന്റിനായി 50.26 ലക്ഷം, വെർമി കമ്പോസ്റ്റിന് 8.73 ലക്ഷം, വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് അറ്റകുറ്റപ്പണികൾക്ക് 14.78 ലക്ഷം, ചുറ്റുമതിൽ നിർമ്മാണത്തിന് 26.10 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിട്ടുള്ളത്. 7 ബയോഗ്യാസ് പ്ലാന്റുകൾ കൂടി നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. നഗരസഭാ മാർക്കറ്റിൽ 1 ടൺ ശേഷിയുള്ളതും വലിയകുന്ന് ആശുപത്രി, ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ 1/2 ടൺ ശേഷിയുള്ളതുമായ പ്ലാന്റുകൾ സ്ഥാപിക്കും. ഭാവിയിൽ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി നഗരസഭാ പരിധിയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കും. 50 ലക്ഷം രൂപ ചിലവുള്ള പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. ഇതിൽ 25 ലക്ഷം സർക്കാർ വിഹിതമാണ്. 12.5 ലക്ഷം നഗരസഭാ വിഹിതവും 12.5 ലക്ഷം ഗുണഭോക്തൃ വിഹിതവുമാണ്. പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ 250 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ACB ന്യൂസ്, ആറ്റിങ്ങൽ.